പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ല, ചുമര് തറയുടെ പണിയൊക്കെ കഴിഞ്ഞ് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പം ചുമരിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ. ഇപ്പം ദേശവാസികളും എല്ലാം കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വിശേഷമെല്ലാം ബാലട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ ബാലാലയം എന്ന് പറയുന്ന ബാലാലയം ക്ഷേത്രം, ഇവിടുത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ബാലാലയമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. താൽക്കാലികമായിട്ട് പ്രതിഷ്ഠിച്ചതാണ്. ചുറ്റും അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലം കേട്ടോ. എന്നുവെച്ചാൽ ചുറ്റും മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് ഇതിൽ ക്യാമറ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ദൂരം നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനുള്ള സ്ഥലമാണ്. ഹൈ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ പിന്നെ നെടുമ്പയിലേക്ക് പോകുന്ന വഴിക്കാണ് വരിക കേട്ടോ. ഈ ക്ഷേത്രം കുറച്ച് ഉള്ളോട്ടായിട്ടാണ് വരിക. ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. കണ്ണൂർ ജില്ലയിൽ പിന്നെ കോളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഭഗവാൻ നമ്മളെ പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, നമ്മളെ ദേശത്ത് ഒരു ക്ഷേത്രം, നമ്മളെ യൂട്യൂബ് കാണുന്ന ഏതോ ഒരു വ്യൂസ് വിളിച്ചു പറഞ്ഞത്, നമ്മളെ ദേശത്തെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. അപ്പം കണ്ണൂർ ജില്ലയിലുള്ള പിന്നെ കണ്ണവം കോളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് പുത്തലകത്ത് വൈദ്യഘാതകൻ ക്ഷേത്രമാണ്. മഹാദേവനുണ്ട്, ദേവിയുണ്ട്. പിന്നെ മറ്റെന്ത് മൂർത്തിയൊക്കെ പിന്നീടാണെന്ന് അത് അറിയാൻ പറ്റും. വേറെ എന്തൊക്കെയോ മൂർത്തികളുണ്ട്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുവാണ്. ഇതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് താഴോട്ട് ബാലാലയ, അതല്ലത് ബാലാലയാണെന്നുണ്ടായി. ഇവിടെ പണ്ട് മറ്റേ വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ തകർന്നു പോയ ക്ഷേത്രം അല്ലേ? അതെ. പണ്ട് കാലങ്ങളിൽ, അത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരിക്കും അല്ലേ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പം ഇതിൻ്റെ സെക്രട്ടറി അല്ലേ ബാലാട്ടൻ എന്ന് പറഞ്ഞത് സെക്രട്ടറിയാണ്. അപ്പം ബാലാട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാലാട്ടൻ വേറൊരു മീറ്റിങ്ങിലായിപ്പോയി. നമുക്ക് ഞാൻ മുൻകൂട്ടി വിളിച്ച് പറയാനായിട്ട് കിട്ടാതെ കൊണ്ടാണ് അദ്ദേഹം മീറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചിറ്റാരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മീറ്റിങ്ങിലാണുള്ളത്. അപ്പോൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2 മണി വരെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം മഴക്കാറും ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ച് വയനാട് വരെ എത്തണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മല കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം മണ്ണിടിച്ചിലും കാര്യങ്ങളെല്ലാം നല്ലോണം നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പ്രതീക്ഷിക്കാതെയാണ് ഓരോ വലിയ പാറക്കല്ലെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ ചരിത്ര ഐതിഹ്യങ്ങളെല്ലാം ബാലാട്ടനോട് ഞാൻ എങ്ങനെയും പറഞ്ഞ് ചെയ്യിപ്പിക്കാം, നോക്കാം, നിങ്ങൾക്ക് അത് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക, അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ആ ക്ഷേത്രത്തിന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയാണെങ്കിൽ 1 രൂപ അത് നിങ്ങൾക്ക് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവരെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരിട്ട് വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. അപ്പം അതീവ പോസിറ്റീവ് എനർജിയുടെ ക്ഷേത്രം, കാലപ്പഴക്കമുള്ള ഒരു ക്ഷേത്രമായത്. അത് അങ്ങനെ അർത്ഥം ഞാൻ വന്നത്. അപ്പോൾ നല്ല നമസ്കാരം. ഞാൻ ബാക്കി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങ് കാണിച്ചു തരാം. കണ്ടിട്ട് നമുക്ക് വേഗം വരാം. നല്ല നമസ്കാരം. പിന്നെ ഈ വർഷം നല്ല ശക്തിയായ മഴയാണ് പറയുന്നത്. പണ്ട് ഒരു പ്രളയമുണ്ടായി, അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മലയോര പ്രദേശത്ത് നടക്കുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം അതീവ ദുരിതങ്ങളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതുമാത്രമല്ല, അതീവമായിട്ടുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ ഒരു ജലബോംബും കൂടി വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും മഴക്കാലം രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ട്രാവലിംഗ് അല്ലെങ്കിൽ ആ ദേശത്തുള്ളവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം കണ്ട പോലെ ആയിരിക്കില്ല ഈ പ്രാവശ്യം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപാസനയിൽ ദേവി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് വേഗം വരാം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കല്ലിൻ്റെ പണിയാണ് നടക്കുന്നത് ഇപ്പം കേട്ടോ.
ഈ ക്ഷേത്രം 2 നിലയാണ്? ഒറ്റ നില തന്നെ. അല്ല അതിൻ്റെ പിന്നെ പന്തലിട്ടത് അത്ര ഹൈറ്റിൽ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഒറ്റ നിലയല്ലെന്നല്ലേ? ശരിക്കും ക്ഷേത്രത്തിൻ്റെ ശരിയായ പേരെന്താ? പുത്തലകത്ത് അല്ലേ? പുത്തലത്ത് അല്ലേ? പുത്തലത്ത് വൈദികാത ക്ഷേത്രം അല്ലേ? ആ ഒരു ഒറ്റ പേരല്ലേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നത് പിന്നെ ദേവിയും മഹാദേവനും ദേവിയും മാത്രം അല്ലേ? ബാക്കിയുള്ള മൂർത്തികൾ എന്താണെന്ന് ശ്രീനിവാസ് എവിടെ സ്ഥലം? മുഴക്കുന്ന്. ക്ഷേത്രത്തിൻ്റെ കൽപ്പണി മാത്രമേ ഉള്ളൂ? അതെ. ഇതിന് മേസ്ത്രി ആരാണ്? തമ്പാൻ അല്ലേ? എടുക്കാനല്ല. കൽപ്പണിയെല്ലാം ചെയ്യാറുണ്ട് അല്ലേ അവർ? അല്ല കരിങ്കൽ പണിയുണ്ട് അവർ? ഇല്ലല്ലോ, ചെങ്കലിൻ്റെ പണി മാത്രമല്ല. അപ്പോൾ അഥവാ ക്ഷേത്രമായിട്ട് ഇതുപോലെ വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെടും? അതെ, നമ്പർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? വിഷമമില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോ, അതെല്ലാം കേൾക്കൂല. ഈ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെയാണോ? ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുന്നതല്ലേ? പിന്നെ മേസ്ത്രിൻ്റെ പേരൊന്ന് പറഞ്ഞു. തമ്പാൻ എടുക്കാനാണ്. പിന്നെ അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അങ്ങനെ ആയാലും മതി. 9400 ഇതാണ് നമ്പർ അല്ലേ? ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. പക്ഷേ ക്ഷേത്രമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഞാൻ ചാനലിൽ കൂടി പുണ്യയാത്ര എന്ന് പറഞ്ഞ ചാനലിൽ കൂടി കണ്ടിട്ടാണ് എന്ന് പറയണം അല്ലേ? എങ്കിൽ മാത്രമല്ലേ മനസ്സിലാവും ഇതായിരുന്നു എങ്ങനെ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞോളൂ. ശ്രീനിവാസൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പിന്നെ പുനർനിർമ്മാണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഘടക ചുറ്റുമതിലിൻ്റെ ആണെങ്കിലും അല്ലേ, ചുറ്റുമതിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നിലത്ത് കല്ല് പാഴുന്നതെല്ലാം ഉണ്ടെങ്കിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യും. ക്ഷേത്രം മാത്രമൊന്നല്ലേ, വീട്ടിൻ്റെ പണിയും എല്ലാം ചെയ്യും. ഇല്ല, ക്ഷേത്രം മാത്രമേ ചെയ്യുന്നുള്ളൂ. എടുക്കല്ലേ? ക്ഷേത്രം മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? എത്ര പേരുടെ പണിക്കാരും? 8 പേരുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആൾക്കും ഇങ്ങനെയുള്ള ഓരോ അറിവുകൾ നിങ്ങളുടെ ചാനലിൽ കൂടി വരുമ്പോൾ അന്ന് കിട്ടുക അല്ലേ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എത്ര ക്ഷേത്ര പണികൾ ചെയ്തിട്ടുണ്ടാവും? 100-ലധികം ക്ഷേത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? കണ്ണൂർ ജില്ലയിൽ തന്നെ വടകര വരെ, കോഴിക്കോട് വടകര വരെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇനിയും ധാരാളം ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഇനി ചുമരിൽ കൊത്തുപണിയുണ്ടോ? കുറച്ചുണ്ടല്ലേ? പിന്നെ ജനലും മറ്റേ ഇതെല്ലാം ആയിട്ട് വരുന്നത് അല്ലേ? നല്ല നമസ്കാരം. ഇതിൽ കൂടെ ഇറങ്ങാം. നല്ല പണിയെല്ലാം കഴിഞ്ഞാൽ നല്ല കാണാൻ ഒന്നൊന്നര ക്ഷേത്രമായിരിക്കും അല്ലേ? താഴെ വരിക കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പ്രതിമകൾ ആവാഹിച്ചിട്ട് അവർ ഇവിടുത്തെ ശക്തി ആവാഹിച്ചിട്ട് ഇവിടെയാണ് താൽക്കാലികം മറ്റ് ബാലാലയിച്ച് താഴെ കെട്ടിയിട്ടുള്ളത്. മുകളിൽ അതിൻ്റെതായ സുഖകരമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ഇനി ആ കിണറിനാന്ന് വെള്ളം എടുക്കണത് അറിയില്ല നമുക്ക്. ക്ഷേത്ര കിണർ അങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല കുഞ്ഞു കിണർ. ഇത്ര ഹൈറ്റിൽ വെള്ളം, കുന്നിന് മുകളിൽ വെള്ളം എത്തിയിട്ടത്. പിന്നെ വയലാര പ്രദേശം പോലത്തെ സ്ഥലമാണ്. ഇവിടെ ബാലാലയാണ് ഇവിടെ കേട്ടോ. അരിയാലിൻ്റെ പണിയൊക്കെ ഇവിടെയുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ബാലാലയം. ഇവിടെയാണ് മഹാദേവനും അമ്മേനെയും സ്ഥാപിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞുതരാൻ വേണ്ടി ബാലാട്ടയം ഒരു മനുഷ്യാവകാശ
മീറ്റിങ്ങിലേക്ക് പങ്കുചേരാൻ പോയിട്ടാളെ. അതുകൊണ്ടാണ് അവിടെ ഒരു കിണറുണ്ട്. ഇവിടെയാണ് ബാലാലയം ഉള്ളത്. അപ്പം നമുക്ക് ഭഗവാൻ ഇവിടത്തേക്കുള്ള ഒരു നിയോഗമായിട്ട് നമുക്ക് തന്നതാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കോളയാടാണ് വരിക. പുത്തലം ശ്രീ അമ്പലക്കണ്ടി വൈദികനാഥൻ ദേവി ക്ഷേത്രം അങ്ങനെയാണ് ഉള്ളത്. ചില ക്ഷേത്രത്തിലെ പേരുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കും. ഇവിടെ സഹസ്രനാമാർച്ചനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. കാരണം ധാരാളം ജനങ്ങൾ ഇവിടെ വന്നു ചേരാനുള്ള സ്ഥലമായത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. ഇതിൽ ഭഗവതിക്ക് കുതിരനെയാണ് കാണുന്നത്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. വാഹനം കുതിരയായിട്ടാണ് കാണുന്നത്. ഇത് ബാലാലയാണ്. ഞാൻ നേരത്തെ കാണിച്ചിന്, എന്നാലും ഞാൻ കാണിച്ചതെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തന്ത്രി ആരാന്ന് എങ്ങനെയാണെന്നെല്ലാം പിന്നീട് ബാലാട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ബാലാട്ടൻ ഉച്ചക്ക് 2 മണിയാവും വരണ്ടെങ്കിൽ. പാലം പൊട്ടിപ്പോകുന്ന ദ്രവിച്ചതിന് ശേഷം മുകളിലാണ് ക്ഷേത്രം വരുന്നത് കേട്ടോ. കണ്ടോ ക്ലൈമറ്റ്, ആകാശത്തിൻ്റെ സ്റ്റൈലുണ്ട്. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് കേട്ടോ. ക്ഷേത്രത്തിന് വേണ്ടി പന്തൽ കെട്ടിയത്. ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കടന്ന് കൂടി പോകാം. പോയതാണ്.